ഇസ്രായേലിൽ നടന്ന ഹിസ്ബുള്ള ഭീകരാക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു. ഇന്നലെ ഉച്ചയോടെ നടന്ന ആക്രമണത്തിൽ കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെലാണ് മരിച്ചത്. കിരിയാത്ത് ഷമോനിയിൽ നടന്ന കനത്ത ഷെല്ലാക്രമണത്തിൽ നിബിന് ഗുരുതര പരിക്കേറ്റിരുന്നു. ഒരു തായ് സ്വദേശിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 2 മലയാളികൾക്ക് ഗുരുതര പരിക്കേറ്റു. ഇന്നലെ ഉച്ചയോടെയാണ് ആക്രമണമുണ്ടായത്. കിരിയാത്ത് ഷ്മോനയിൽ വൻതോതിൽ റോക്കറ്റുകൾ പതിച്ചതായാണ് വിവരം. തെക്കൻ ലെബനനിൽ നിന്നാണ് ആക്രമണമുണ്ടായത്. നിബിൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനം മരണം സ്ഥിരീകരിച്ചതായി കുടുംബം അറിയിച്ചു. 4 മണിക്ക് എനിക്ക് അറിയിപ്പ് കിട്ടുന്നത്. മോനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അപ്പോൾ ചേട്ടനൊക്കെ അവിടെ മോനിന്നത്തെ ബ്ലാസ്റ്റായി, അവൻ ഹോസ്പിറ്റലൈസ്ഡാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഈ മരണം അറിയുന്നത് 12:45 ആകുമ്പോഴത്തേക്ക് രാത്രി ഞാൻ അറിയുന്നത്. മരിച്ചെന്ന് ഡിക്ലെയർ വരുന്നത് 12:45. 2 മാസമായുള്ളൂ. രണ്ടുപേരും 2 മാസമായുള്ളൂ പോയിട്ട്. ഒരാഴ്ച തെറ്റി അല്ലല്ല. മൂത്താൾ നേരത്തെ പോയി, ഇയാൾ ഇപ്പം മരിച്ചാൾ രണ്ടാമത്തെ ഒരാഴ്ച കഴിഞ്ഞ് പോയി. മരിച്ച നിബിൻ്റെ ഭാര്യയും കുട്ടിയുമാണ് കൊല്ലത്തുള്ളത്. 2 മലയാളികൾക്കും നിബിനോടൊപ്പം പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവരുടെ പരിക്കുകൾ ഗുരുതരമാണെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആക്രമണത്തിൽ മലയാളി മരിച്ച സംഭവത്തിൽ ഇസ്രായേൽ എംബസി നടുക്കം രേഖപ്പെടുത്തി. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. തായ് സ്വദേശിയായ മറ്റൊരു ചെറുപ്പക്കാരനും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തി മേഖലകളിൽ ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. അന്താരാഷ്ട്ര സമൂഹം മുൻകൈയെടുത്ത് നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് ആക്രമണങ്ങൾ തിരിച്ചടിയാകാനുള്ള സാധ്യതയും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.